ഇന്നത്തെ ഒരു ദിവസം മനോഹര ക്ലിയർ അല്ലേ PPT? യെസ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രഷർ ഹണ്ടാണ്. ഇപ്പൊ എല്ലാവരും പലതും തേടിയുള്ള യാത്രയിലാണ്. നമുക്ക് നമ്മുടെ നിധി കണ്ടെത്താൻ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഫോർ എ മൊമെന്റ്, ബ്രീത്ത് ഔട്ട് സ്ലോലി. കൈകളും കാലുകളും തുറന്നു വെച്ച് റിലാക്സ് ആയിട്ടിരുന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ട്രഷർ എന്താണ്? നിങ്ങൾ എന്ത് ട്രഷറാണ് ഹണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ലൈഫിൽ ഓരോരുത്തരുടെയും ട്രഷർ പലതായിരിക്കും. അപ്പോൾ ആ ട്രഷർ നിങ്ങൾ നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്? ഏത് വലിയ നിധിയാണ് തേടി നടക്കുന്നത്? ഓക്കെ, എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ നിധി കാണാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഓപ്പൺ യുവർ ഐസ്. ഒന്ന് രണ്ടുമൂന്ന് പേര് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? നിങ്ങൾ എന്ത് നിധിയാണ് നിങ്ങളുടെ മനസ്സിൽ കണ്ടത്? പറയാൻ പറ്റുന്നവർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. സന്ധ്യ മാം, എന്ത് നിധിയായിരുന്നു മനസ്സിൽ കണ്ടത്? ഞാനൊരു വീടാണ് കണ്ടത്. ഓക്കെ, താങ്ക് യു സന്ധ്യ മാം. സന്ധ്യ മാമിന്റെ മുമ്പിൽ ഒരു വീടാണ് സന്ധ്യ മാമിന്റെ നിധിയായിട്ട് സന്ധ്യ മാം കണ്ടത്. അത് ഏറ്റവും ആ മുഖം കണ്ടാൽ അറിയാം, ഏറ്റവും സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ടാണ് ഒരു നിധി സന്ധ്യ മാം കണ്ടത്. പക്ഷെ ഇപ്പൊ ഈ കൂടുതൽ ഓൾറെഡി ഒരു വീടുള്ള ആളെ സംബന്ധിച്ച് ഞാനൊരു നിധിയായിട്ട് കണ്ടത് ഒരു വീടാണെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോ ആ നിധി അതത്ര പോരാ എന്ന് ചിലപ്പോ നമ്മുടെ നിധികളെ കുറിച്ച് മറ്റുള്ളവർ ഇതാണോ നിധി എന്ന് ചിലപ്പോ ചോദിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ സന്ധ്യമാവിന് വേറെ വല്ലതും വേറെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പലതും ദൈവം വെച്ച് നീട്ടിയാലും ചിലപ്പോ അതൊരു സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ്സിലേക്ക് എത്തണമെന്നില്ല. എന്നാൽ സന്ധ്യാമാം ആഗ്രഹിക്കുന്ന ആ ഒരു വീട് അത് കയ്യിലേക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഞാൻ രണ്ടോ മൂന്നോ പേരെടുത്ത് പറയാൻ പറഞ്ഞത് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന നീതി. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാപ്പി ലൈഫായിരിക്കാം. ചിലവർ വെൽത്ത് ആയിരിക്കും ആഗ്രഹിക്കുന്നത്. പലരും പല ട്രഷറിന് വേണ്ടിയിട്ടായിരിക്കും ഈ ലൈഫിൽ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈഫ് ഈസ് ലൈക്ക് എ ട്രഷർ ഹണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രഷർ ഹണ്ട് പോലെയാണ്. ഇപ്പൊ സന്ധ്യ മാമിന് ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ മാമിന്റെ ആ ഒരു ട്രഷർ ഹണ്ട് സ്റ്റോപ്പ് ആവില്ല. സത്യല്ലേ സന്ധ്യ മാം? നെക്സ്റ്റ് അപ്പോ അടുത്ത ആഗ്രഹം വരില്ലേ? ഓക്കെ, അപ്പൊ അതുപോലെയാണ് ഓരോരുത്തരും ലൈഫിൽ ഓരോന്നിനു വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നിധി എന്നിലേക്ക് എത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ നെക്സ്റ്റ് അതിനും വലിയൊരു നിധിയായിരിക്കും വീണ്ടും അവര് സ്വപ്നം കാണുന്നത്. ഓ, ലൈഫ് ഈസ് ലൈക്ക് എ ട്രഷർ ഹണ്ട്. എവരിവൺ ഈസ് സെർച്ചിങ് ഫോർ സംതിങ്. എല്ലാവരും എന്തിനൊക്കെ വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ നിധി ഒന്ന് കണ്ടെത്തി നോക്കാം. To find it, you need not just effort, but also the right mindset, and the subconscious mind is your secret map. അതായത് നമ്മൾ ഒരു ഗെയിം ആവട്ടെ, ആപ്ലിക്കേഷൻ ആവട്ടെ, നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഫോണിലൊക്കെ നമ്മൾ ഗെയിം കളിക്കാറുണ്ട്, ട്രഷർ ഹണ്ട് പോലുള്ള ഗെയിം കളിക്കാറുണ്ട്. പക്ഷെ അവിടെ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് കറക്റ്റ് വേ വേണം. അതുപോലെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ബാലരമയില് നിധി തേടി പോകുക എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിരിക്കും വരുന്നത്.
അപ്പോൾ ആ ഒരു കറക്റ്റ് വേയിലൂടെ, അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പകുതി എത്തുമ്പോൾ ബ്ലോക്ക് ആവും. പക്ഷെ ബ്ലോക്ക് ആയി എന്ന് കരുതിയിട്ട് ആ നിധിയിലേക്ക് എത്താൻ ഒരു വ്യക്തമായ വഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആ നിധി അവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാനുള്ള വഴി എന്തുകൊണ്ടോ ബ്ലോക്കായി പോയി. അല്ലാതെ ആ നിധി അവിടെ ഒളിഞ്ഞിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ പോയ വഴി തെറ്റിയത് കൊണ്ട് നിധി ഇല്ല എന്ന് കരുതരുത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ നിധി കണ്ടെത്താൻ വേണ്ടി നമ്മൾ വെറുതെ എഫേർട്ട് എടുത്തത് കൊണ്ട് കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് മാത്രം എന്തുകൊണ്ടോ എത്താൻ സാധിക്കുന്നില്ല, ഞാൻ തോറ്റുപോവാണ്, എനിക്ക് കഴിവില്ല എന്ന് പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ സത്യത്തില് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടല്ല, അവർ പോകുന്ന വേ, ആ വഴി കറക്റ്റ് അല്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ആ പാലനമേൽ വരയ്ക്കുന്നത്, നമ്മൾ വരയ്ക്കുന്ന ഒരാൾ വരയ്ക്കുന്ന വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പകുതി എത്തുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോപ്പായി പോകും. അപ്പൊ നമ്മൾ പോകുന്ന വഴി എന്താണ്? അത് കറക്റ്റ് ആയിരിക്കണം. അതാണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അപാര ശക്തികളാണുള്ളത്. ആ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ നേരായ വഴിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടത്, ഈ വഴി പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും നിങ്ങളുടെ ആ ഒരു ട്രഷർ ഹണ്ട് അത് വളരെ ഈസി ആയിട്ട് മാറും. അപ്പൊ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? എങ്ങനെയാണ് നമുക്ക് ഈ പോകാനുള്ള ആ വഴി ഗൈഡ്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പ്രോപ്പർ രീതിയിലായാൽ മാത്രമാണ് നമുക്ക് ആ ട്രഷർ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ട്രഷർ നേടിയെടുക്കണമെങ്കിൽ പ്രോപ്പർ വഴി വേണം. ആ പ്രോപ്പർ ചാനൽ നമുക്ക് പറഞ്ഞു തരുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. എന്തുകൊണ്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡാണെന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ലോജിക്കൽ മൈൻഡിലാണ്. അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇതിനുള്ള കറക്റ്റ്? പലപ്പോഴും നമ്മൾ കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം ഒരു വഴി വരച്ചു നോക്കും, അത് തെറ്റായിരിക്കും. അങ്ങനെ നമ്മൾ മാറി മാറി ചിന്തിച്ചിട്ടായിരിക്കും ലാസ്റ്റ് ആ ട്രഷർ ഹണ്ടിൽ എത്തിപ്പെടുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ഞാൻ അതിന് ഇതിൽ കൊടുത്തിരിക്കുന്ന അൺകോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ നമ്മുടെ ലോജിക്കൽ മൈൻഡിന് അപ്പുറം നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, ഒത്തിരി ഡിഫറൻസിയേഷൻസ് കൊടുക്കാം. ഞാൻ ഇതിനൊറ്റടിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ലോജിക്കൽ മൈൻഡ് വെറും 10% ഉള്ളൂ. പക്ഷെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് 90% മേ ബി ഒരു 5% കോൺഷ്യസ് മൈൻഡ് ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ബിലീഫ്സ്, ക്രിയേറ്റിവിറ്റി, ഇമോഷൻസ്, ഹാബിറ്റ്, നമ്മുടെ ജേർണീനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ആക്സസ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്, നമ്മുടെ ലോജിക്കൽ മൈൻഡാണ്. അതായത് നമ്മൾ ബാലരമയിലെ ഒരു ട്രഷർ ഹണ്ട് തന്നെ മനസ്സിലേക്ക് എടുക്കുക. നമ്മൾ ഒരു വഴിയിലൂടെ പോയി, നമ്മൾ ബ്ലോക്കായി. നെക്സ്റ്റ് 2 വഴിയിലൂടെ പോയി, അത് ബ്ലോക്കായി. അടുത്ത 3-ാമത്തെ വഴിയിലൂടെ പോയി, ബ്ലോക്കായി. കുറേ പ്രാവശ്യം ഒത്തിരി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ട്രഷർ ഹണ്ട് ആണെങ്കിൽ കുറച്ച് 3-4-5 വഴികളിലൂടെ ഒക്കെ പോയി നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ മൈൻഡ് പറയും, ഇത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തു, ഇത്രയും പ്രാവശ്യം ശ്രമിച്ചു, ചിലപ്പോൾ ഇത് പറ്റിപ്പായിരിക്കും, അങ്ങനെ ഒരു നിധി അവിടെ ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ ലോജിക്കൽ മൈൻഡ്. കാരണം നമ്മൾ 10-20 പ്രാവശ്യം ട്രൈ ചെയ്തു, എത്തിയില്ല. അപ്പോൾ ലോജിക്കൽ മൈൻഡ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ, നിനക്ക് കഴിവില്ലാത്തവളാണ്, അല്ലെങ്കിൽ നീ പോരാ, നിനക്ക് അതിനുള്ള ഐക്യമില്ല, നിന്നെ കുറിച്ച് പണ്ടേ മുതൽ എല്ലാവരും പറയുന്നില്ലേ, നിനക്ക് അങ്ങനെ നീ ബ്രില്യൻ്റ് ആണെന്നും അല്ല. ഇതുപോലുള്ള തോട്ട്സ് ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് കയറി വരുന്നത്. പിന്നെ ചിലവർ ചിന്തിക്കാം, അങ്ങനെ ഒരു നിധിയൊന്നും ഇല്ല, അവിടെ ഒന്നും എത്തിപ്പെടാൻ സാധിക്കില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇതെല്ലാം ബ്ലോക്ക്ഡ് ആണ്, വെറുതെ നിധി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതാണ്. പലരുടെയും മൈൻഡിൽ ലോജിക്കലായിട്ട് പല തോട്ട്സും വന്ന് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊരു ബാലർമേരെ ട്രഷർ ഹണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഫൈനൽ ഒരു ആൻസർ ഷുവർ ആയിട്ടും ഉണ്ട്. ആ ഷുവറിറ്റി അവിടെ എത്തിപ്പെടുത്തുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതായത് നമുക്ക് അവിടെ എത്തിപ്പെടാൻ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം വേണം. 10 പ്രാവശ്യം തോക്കാം, 20 പ്രാവശ്യം തോക്കാം, എന്നാലും അവിടെ എത്തും എന്ന ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ബിലീഫോട് കൂടി പലപ്പോഴും നമുക്ക് നമ്മളെ ഡൗൺ ആക്കി കളയും. നമ്മുടെ ഇമോഷൻസ് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയി പോകും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പ്രോപ്പർ ആയിട്ട് അവിടെ എത്താൻ സഹായിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്.
കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ഏതൊരു പ്രോബ്ലം ഉണ്ടാവട്ടെ അതിന് വ്യക്തമായ ആൻസർ ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ, അതിനു മുമ്പ് ഈ ലോകത്തില്ലാത്ത ഒരു പുതിയ ഇൻവെൻഷൻ കണ്ടുപിടിക്കുന്നത് അവരുടെ ആ സയന്റിസ്റ്റ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. ഇതുവരെ കണ്ടെത്താത്തതായതുകൊണ്ട് അത് ഈ വേൾഡിൽ ഇല്ല, അല്ലെങ്കിൽ ഈ ലോകത്തില്ല എന്നല്ല അവർ ചിന്തിച്ചത്, ഉണ്ട്. അതുപോലെ പണ്ട് നമുക്ക് പറക്കുക എന്നത് അതൊന്നും നടക്കില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ എന്താണ് റൈറ്റ് ബർത്ത്ഡേസ് നമുക്ക് വിമാനം കണ്ടുപിടിച്ചു, നമുക്ക് പറക്കാൻ സാധിക്കുന്നു. അപ്പോ എന്തും ആൻസർ ഇല്ല എന്നല്ല, അത് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് കണ്ടെത്താൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന് നമുക്ക് വ്യക്തമായ ബിലീഫ്, വിശ്വാസം വേണം. നടക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ, ട്രസ്റ്റ് വേണം. നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് റിവൈൻഡ് ചെയ്ത് എടുക്കുന്നത് നമ്മുടെ ലോജിക്കൽ മൈൻഡാണ്. നമ്മുടെ ലോജിക്കൽ മൈൻഡിലേക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത് എന്ന് കരുതി നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുപോയി എന്നല്ല അർത്ഥം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം സ്റ്റോർഡ് ആണ്. മീറ്റ് ദ ഹിഡൻ ഗേറ്റ്, ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഹാബിറ്റ്സ്, ബിലീഫ്സ്, ഇമോഷൻസ്, ഇതിനെ എല്ലാം ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം സബ് കോൺഷ്യസ് മൈൻഡിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുകൂടി ഫ്രീ ആയിട്ട് ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എനിക്ക് റിപ്ലൈ തരണം, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്. ജസ്റ്റ് കണ്ണടയ്ക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. Take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ ചിന്ത മാറ്റിയിട്ട് നിങ്ങൾ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മൃദുവായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശേഷം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ട് കൈകളും എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ രണ്ട് കൈകളും കോർത്ത് പിടിക്കുക. വളരെ ടൈറ്റായിട്ട് നിങ്ങളുടെ രണ്ട് കൈകളും വിരലുകൾ കോർത്ത് നല്ല ടൈറ്റായിട്ട് രണ്ട് കൈകളും പിടിക്കുക. ശേഷം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഞാൻ നിങ്ങളുടെ ഈ രണ്ട് കൈകളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പവർഫുൾ ഗ്ലൂ, ഒരു പശ, നിങ്ങൾ വളരെ ടൈറ്റായിട്ടായിരിക്കണം ഇത് പിടിച്ചിരിക്കുന്നത്. ആ ടൈറ്റായിട്ട് പിടിച്ച ഈ കൈകളുടെ ഉള്ളിലേക്ക് ഞാൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു പവർഫുൾ ഗ്ലൂ ഞാൻ പേസ്റ്റ് ചെയ്യാണ്, അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു തരാണ്. അപ്പോൾ നിങ്ങളുടെ വിരലുകളുടെ ഇടയിലൂടെ ഈ ഗ്ലൂ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നിങ്ങൾ പവർഫുൾ ആയിട്ട് കൂട്ടിപ്പിടിച്ചിരിക്കുന്ന രണ്ട് കൈകളും അത് മാക്സിമം പവറോട് കൂടി അത് ഒട്ടിയിരിക്കുകയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലൂ ആയിരുന്നു ഞാൻ തന്നിരുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ രണ്ട് കൈകളും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലൂ യൂസ് ചെയ്ത് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ഈ രണ്ട് കൈകൾ അകറ്റാൻ ശ്രമിക്കുമ്പോഴും ഈ പവർഫുൾ ഗ്ലൂയുടെ ആ പവർഫുൾ കാരണം അത് അങ്ങ് ഒട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും അത് അകറ്റാൻ സാധിക്കില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലൂ ആണ് നിങ്ങളുടെ കൈകളുടെ ഉള്ളിൽ തേച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ കൈ അകറ്റാൻ ശ്രമിക്കും തോറും ഈ കൈ അടുത്ത് വരുന്നതായിട്ട്, ആ വളരെ പവർഫുൾ ആയിട്ട് ഒട്ടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അകറ്റാൻ ശ്രമിച്ചു നോക്കിക്കോ, നിങ്ങളുടെ രണ്ട് കൈയും പവർഫുൾ ആയിട്ട് ഒട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിക്കോ, നിങ്ങളുടെ കൈ രണ്ടും വളരെ പവർഫുൾ ആയിട്ട് ഒട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കൈ രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ട് ഒട്ടി വരികയാണ്. ഈ പവർഫുൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ അകറ്റാൻ ശ്രമിക്കും തോറും അത് അടുത്തടുത്ത് വരാൻ അത്രയും പവർഫുൾ ആയിട്ട് അടുത്തിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വളരെ മൃദുവായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. റിലാക്സ് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക.
കയ്യിലേക്ക് റിലാക്സ് ചെയ്തൊന്ന് നോക്കുക. എന്നിട്ട് കണ്ണുകൾ രണ്ടും മാറ്റുക. നിങ്ങളൊന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൈ ഒട്ടിയതായിട്ട് ഫീൽ ചെയ്തോ എന്ന് ആൻസർ പറയാം. ആ ഒരു ഫീലിംഗ് കിട്ടിയവര്. ഫീൽ ചെയ്തു. താങ്ക് യു സർ. വേറെ ഫീൽ ചെയ്തു. ഫീൽ ചെയ്തു. എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല. ഞാൻ ചോദിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല. ഞാൻ അതിലൊരു വാക്ക് എടുത്തു പറഞ്ഞു. ആരൊക്കെ ഇമാജിൻ ചെയ്തോ, നിങ്ങളുടെ കൈ ഒട്ടിയിരിക്കുന്നതായിട്ട് ആരൊക്കെ ഇമാജിൻ ചെയ്തോ, ഇതിൽ പലർക്കും ചിലപ്പോൾ ഇമാജിൻ ചെയ്യാതെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാംസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരുന്നോ അവർക്കാണ്, അതായത് ഇമാജിൻ ചെയ്തവർ ഈ പവർഫുൾ ഗ്ലൂ യൂസ് ചെയ്ത് ഇത് ഒട്ടിച്ചു എന്ന് ഇമാജിൻ ചെയ്തവർക്ക്, ആ ഇമാജിനേഷൻ പവർ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ഒട്ടിയതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ റിയാലിറ്റി എന്താണ്? നമ്മുടെ കയ്യിലെ ഉള്ളിൽ ഗ്ലൂ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ വേർഡ്സ് കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇമാജിൻ ചെയ്തപ്പോൾ ഇമാജിനേഷൻ വർക്കൗട്ട് ആവുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ പവർ ഫീൽ ചെയ്തത്. അപ്പോൾ റിയാലിറ്റി അല്ല അത്. സത്യത്തിൽ ഞാൻ വെറുതെ പറഞ്ഞ കാര്യമാണ്, അങ്ങനെ ഒരു ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ചു എന്ന്. പക്ഷെ റിയാലിറ്റി അല്ലാത്തൊരു കാര്യം അവിടെ റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പലപ്പോഴും നമ്മൾ നമ്മുടെ പഴയ പാസ്റ്റ് ഇവന്റ്സ് ഒക്കെ ഓർത്തെടുക്കാൻ പറഞ്ഞ് ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ട് നമ്മളിപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ഈ ഒരു മൊമെന്റിൽ ഇരിക്കുന്നു, ഞാനൊരു ഗ്ലൂ തന്നിട്ടില്ല, പക്ഷെ നിങ്ങളുടെ കൈ ഒട്ടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ. ഇതുപോലെ ഒരുപാട് അതിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു ക്ലാസ് കൊണ്ട് തീരില്ല, ഒരു വൈഡ് ഏരിയ ആണ്. അപ്പോൾ ഈ പവർ, അതായത് റിയാലിറ്റി എന്താണെന്ന് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. നമ്മുടെ ഇമാജിനേഷൻ ആണ് അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് റിയൽ ആണ് എന്നുള്ള രീതിയിൽ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ ഷുവർ ആ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉത്തരം തരും. അപ്പോൾ നിങ്ങളുടെ ട്രഷർ ഹണ്ട് എന്താണ്? ആ ട്രഷർ റിയൽ ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്ത പോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പറഞ്ഞു കൊടുത്താൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓൾറെഡി സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ എത്തിയ കാര്യം അതവർ റിയൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഫേക്ക് ആയിട്ട് ചെയ്യുക. ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ്. അതെപ്പോ റിയാലിറ്റി ആകുന്നു അത്രയും നാളും ഫേക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ റിയാലിറ്റി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ട്രഷർ ഹണ്ടിലേക്ക് പോകാൻ ഒരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക. അതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള പാത്ത്. ഈ ഗോളുകൾ നമ്മൾ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യുക, അതുപോലെ അഫേം ചെയ്യുക. അത് വീണ്ടും വീണ്ടും ഞാൻ ഓൾറെഡി ആ ഒരു ട്രഷർ ഹണ്ട് കണ്ടെത്തി എന്നുള്ള രീതിയിൽ നമ്മളത് പറയുക. ഒരിക്കലും ഭാവിയിൽ എത്തുന്നു എന്നുള്ള രീതിയിലല്ല, പ്രസന്റ് ഓൾറെഡി ഞാൻ ഇതിലെത്തി എന്നുള്ള രീതിയിൽ ഫേക്ക് ചെയ്യുക ടിൽ മേക്ക് ഇറ്റ്. നമ്മൾ അത് എത്തിപ്പെടുന്നത് വരെ ഫേക്ക് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ എത്തിപ്പെടാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല, ഇപ്പൊ നമുക്കൊരു ട്രഷർ ഹണ്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ ക്ലൂ പോലെയാണ് വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ. വിഷ്വലൈസേഷൻ മീൻസ് ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്തില്ലേ, അതുപോലെ നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ അവിടെ എത്തി. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വായ കൊണ്ട് പറഞ്ഞു, ഞാൻ ഗ്ലൂ ഒട്ടിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഞാൻ ഓൾറെഡി ആ ഒരു ട്രഷർ ഹണ്ട് അച്ചീവ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നതാണ് അഫർമേഷൻസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഇട്ടുകൊടുത്താൽ അത് റിയാലിറ്റി ആയിട്ട് മാറും. നമ്മളുടെ ഇതിലുണ്ടാകുന്ന ഹിഡൻ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ക്ലൂസ്. നമുക്ക് പോകുന്ന വഴിയിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അതായത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യം ഇട്ടുകൊടുത്തു, നമ്മൾ ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഫേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഡൗട്ട് അടിക്കാൻ പാടില്ല. അതായത് ഈ ഒരു സംഭവം നമ്മൾ ഒരിക്കലും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം, നമുക്ക് സാധിക്കില്ല എന്ന് നമ്മുടെ മനസ്സ് വിശ്വസിക്കുന്ന ഒരു കാര്യം നമുക്ക് ഫേക്ക് ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഫേക്ക് ആയിട്ട് കൊടുക്കുമ്പോഴും അവിടെ നമ്മുടെ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ കുറവാണ്, ഞാൻ 10 പോലും പാസ്സാവാത്ത ഒരു വ്യക്തിയാണ്, എനിക്കിപ്പോൾ ഒരു IAS ഓഫീസർ ആവണമെന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും എന്താണ് പോസിറ്റീവായിട്ട് ചിലപ്പോൾ നമ്മുടെ ഏജ് ഓവറായിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫേക്ക് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഇത്രയും അപാര ശക്തി ഇല്ലേ, എന്നാൽ ഞാൻ ഫേക്ക് ആയിട്ട് ഞാൻ ഒരു IAS ഓഫീസർ ആവുന്നത് ഇമാജിൻ ചെയ്ത് നോക്കാം, കിട്ടുമോ? പക്ഷെ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മനസ്സിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, സാധിക്കുമോ എന്ന് നോക്കാം. ഓൾറെഡി ആളുടെ മൈൻഡിൽ സ്ട്രോങ് ബിലീഫ് ഉണ്ട്, എൻ്റെ ഏജ് ഓവറായി, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. ഈ ഒരു ട്രസ്റ്റ് ഇല്ലാതെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന് നടക്കില്ല എന്നുള്ള ഷുവർട്ടിയോട് കൂടി തന്നെ വെറുതെ നമുക്കൊരു കളി ചെയ്ത് നോക്കാം, നടക്കുമോ? അപ്പൊ ആ ഒരു ഡിഫറൻസ്, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റ് അതിന്റെ ഒരു ട്രസ്റ്റ് വർത്തിയോട് കൂടി നമുക്ക് നമ്മുടെ മനസ്സിനെ ട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് ഓൾറെഡി നമുക്കറിയാം, ഓ എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, ഞാൻ വെറുതെ ആലോചിച്ച് കുറെ പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞ് കിട്ടില്ല എന്നുള്ള ആ ഒരു, അതായത് മിസ്മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഒരാൾക്ക് കൈ ഇല്ലാത്ത ഒരാൾക്ക് കൈ മുളച്ചു വരും, അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോ നമ്മൾ ആ ഒരു കാര്യം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ട്രസ്റ്റ് വർത്തിയോട് കൂടിയിട്ടാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പോസിബിൾ ആവില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ നമ്മുടെ അതിയായ ആഗ്രഹം കൊണ്ട് അത് നടന്ന പോലെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്, അതിനുശേഷം അത് നടക്കുകയും ചെയ്യാറുണ്ട്. ഒരിക്കലും നടക്കില്ലാത്തതായിരിക്കും എന്നൊക്കെ നമ്മൾ, പക്ഷെ അതിനോടുള്ള അത്രയും ഡീപ്പായിട്ടുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ നടന്നതായിട്ട് ഈ ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല, സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ ചില കാര്യങ്ങൾ വെറുതെ ഇമാജിൻ ചെയ്യും, അവിടെ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. കാരണം ഇതിലെത്തിപ്പെടാൻ എന്താണ് നെക്സ്റ്റ് വഴി എന്ന് നമ്മളൊരു ആഗ്രഹം മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല റിയൽ ആവുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മളെങ്ങോട്ട് പണിയെടുപ്പിച്ച്, ഇപ്പോൾ ഒരാൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ പിന്നീട് ആ എഡ്യൂക്കേഷൻ അത് നേടിയെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ ഓരോ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യിപ്പിച്ചാണ് അവിടെ എത്തിപ്പെടുന്നത്. ചിലപ്പോൾ നമ്മുടെ നോർമൽ മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്നതായിരിക്കും അത് സാധിക്കില്ല എന്നത്. നമ്മുടെ ആഗ്രഹം എന്തുമാകട്ടെ പ്രോപ്പർ വിശ്വാസത്തോടു കൂടി നമ്മളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആൻസർ തരും. നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിന് പ്രോപ്പർ ആക്ഷൻ തന്നെ വരും. ആ ആക്ഷനിലൂടെ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും പലരും പറയുന്നതാണ്, ഞാനൊരു 5 മണിക്ക് എഴുന്നേൽക്കണം അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ നമ്മൾ ഭയങ്കര, ഇപ്പൊ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ടൂറ് പോകാൻ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ ചിലപ്പോൾ ഒന്ന് നൈറ്റ് ഉറങ്ങുപോലുമില്ല, 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് 5 മണിക്ക് എഴുന്നേറ്റിരിക്കും. അത് ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ വർക്കിംഗ് ആണ്. ആ ഒരു കറക്റ്റ് പ്രോപ്പർ ടൈമിൽ നമ്മൾ അത്രയും ഡിസയറോട് കൂടി ഒരു കാര്യം സബ് കോൺഷ്യസ് മൈൻഡിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേറെ അലാറത്തിന്റെ ഒന്നും ആവശ്യമില്ല. അലാറം അടിക്കുന്നതിന് ജസ്റ്റ് ഒരു സെക്കൻഡ് മുമ്പെങ്കിലും നമ്മൾ എഴുന്നേക്കും. നമ്മൾ എഴുന്നേക്കുന്ന ഉടനെ ആയിരിക്കും ചിലപ്പോൾ അലാറം അടിക്കുന്നത്. പക്ഷെ അതെല്ലാം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. അപ്പോൾ ശരിക്കുമുള്ള ട്രഷർ ഹൗസ് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ട്രഷർ ഹൗസ്. ഇത് വലിയ ട്രഷേഴ്സും കണ്ടെത്താൻ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ സഹായിക്കും. എങ്ങനെയാണ്? നമ്മളുടെ ബിലീഫും ആക്ഷനും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാൻ സഹായിക്കും. അപ്പൊ ജീവിതം എന്നത് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രഷർ ഹണ്ടാണ്. ഒരു ട്രഷർ നമ്മൾ നിധി കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു നിധിയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും നമ്മൾ അതിനുവേണ്ടി മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മൈൻഡാണ്, യുവർ മൈൻഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ ഫോർ സക്സസ്. നമ്മുടെ ഒരു സക്സസിൽ എത്തിപ്പെടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മോസ്റ്റ് പവർഫുൾ ടൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് തന്നെയാണ്. ഫീഡ് ഇറ്റ് ക്ലിയർ ഗോൾസ്, പോസിറ്റീവ് തോട്ട് ആൻഡ് ബിലീഫ്. അത് നിറയ്ക്കേണ്ടത് പോസിറ്റീവ് തോട്ടും ബിലീഫ്സും കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഷിപ്പിൽ അതിൻ്റെ കോമ്പസിൽ ഏത് ഡയറക്ഷനിൽ എങ്ങനെ പോകണം എന്ന് പറയുന്നത് പോലെ ആ പൈലറ്റ് നമ്മളെ എങ്ങനെ കൊണ്ടുപോകുന്നു, അത് ഗൈഡ് ചെയ്യുന്നു എന്നതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ നമ്മുടെ ലൈഫിലെ അൾട്ടിമേറ്റ് ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ, ഇപ്പൊ ഞാൻ വളരെ ചെറിയ കാര്യങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞോളൂ. ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് അതിന്റെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അപാര ശക്തികൾ അറിഞ്ഞാൽ നമുക്ക് ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ലൈഫിൽ ഏത് ട്രഷറും ഹണ്ട് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ. ഓ, നിങ്ങളുടെ ലൈഫിലെ അൾട്ടിമേറ്റ് ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത് അൺലോക്കിംഗ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ടു റീച്ച് യുവർ ഗോൾസ്. Whatever we plan in our subconscious mind and nourish with repetition and emotion will one day become reality. നൈറ്റിൻഗേൾ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്താണോ ഇട്ടുകൊടുക്കുന്നത് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് ഇമോഷനോട് കൂടി ബിലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നെക്സ്റ്റ് റിയാലിറ്റി ആയിട്ട് മാറും. താങ്ക് യു എവരിബഡി. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് നമ്മുടെ ട്രഷർ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മുടെ ട്രഷർ ഹണ്ട്, നമ്മൾ ആദ്യം ഒരു ട്രഷർ മനസ്സിൽ കണ്ടായിരുന്നു. ആ ട്രഷർ ഹണ്ട് നമുക്ക് ഇപ്പൊ ഒന്ന് നടത്തി നോക്കിയാലോ? ജസ്റ്റ് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ. നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടച്ച് വളരെ സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങളുടെ കൈകളും കാലുകളും ഓപ്പൺ ആയിട്ട് വെക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ഹോൾഡ് ഫോർ എ മൊമെന്റ്. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങളുടെ മനസ്സും ശരീരവും സ്വസ്ഥവും ശാന്തവുമായി വെക്കുക. റിലാക്സ് ആയിട്ടിരിക്കുക. റിലാക്സ് യുവർ മൈൻഡ്. റിലാക്സ് യുവർ ബോഡി. ഫുള്ളി റിലാക്സ്ഡ്. നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിച്ച ആ ട്രഷറിന്റെ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ട്രഷർ നിങ്ങൾ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ആ ട്രഷർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, ആ ഒരു ഫീല് നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. കിട്ടിയതായി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അത് മാക്സിമം ആസ്വദിക്കുക. അത് ആ ട്രഷർ നമ്മുടെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തിന്റെ ആ ഒരു ഇമോഷൻ നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു വലിയ ഗിഫ്റ്റ് കിട്ടിയതിന് സർവേശ്വരനോട് നന്ദി പറയുക. അതിന്റെ ഒരു സന്തോഷം ആ സമയത്ത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണം. ആ സമയത്ത് അവിടെയുള്ളവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോ ആ നിമിഷം എന്ന പോലെ അനുഭവിക്കാൻ സാധിക്കണം. നിങ്ങൾക്കത് പൂർണ്ണമായും അനുഭവിക്കാൻ സാധിച്ചുവെങ്കിൽ അത് ആ ഒരു ട്രഷർ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമം, ഒരു സങ്കടം, ആ സങ്കടവും ഫീൽ ചെയ്യുക. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻസ്, നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻസ് അത് മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്നത്, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ വിഷമം, അതിന്റെ മാക്സിമത്തിൽ നിങ്ങൾ അനുഭവിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം സങ്കടപ്പെടുമെങ്കിൽ ഇത് കിട്ടാനായി നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു വ്യക്തമായ ഗോള് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു
ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്ത ആ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ആ ഒരു നന്മ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ആ ട്രഷർ, ആ നിധി, നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ എത്തിയതായിട്ട് ഇമാജിൻ ചെയ്യുക. അത് നിങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ എല്ലാ ബെനിഫിറ്റും നേടുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുക. ആ സന്തോഷം നിങ്ങളുടെ കൂടെയുള്ളവരുമായിട്ട് ആസ്വദിക്കുന്നത് കാണുക. അതിൻ്റെ മുഴുവൻ ഫീലിങ്സും നിങ്ങളുടെ ബോഡിയിലെ ആ ഒരു ട്രഷർ നിങ്ങൾ നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ഫീലിങ്സും അതേ സമയത്ത് അവിടെ എന്ന പോലെ നിങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുക. അത് കിട്ടിയ മൊമെന്റിൽ എന്ന പോലെ നിങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുക. അത് നിങ്ങളുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളിലേക്കും കൊണ്ടുവരിക. നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിന് ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നന്ദി പറയുക, റിലേറ്റീവ്സിനോട് നന്ദി പറയുക. നിങ്ങൾക്ക് ആരോടൊക്കെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും നന്ദി പറയുക. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഒരു നിമിഷം പൂർണ്ണമായി ആസ്വദിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് നിങ്ങളുടെ ബ്ലഡിലെ ഓരോ സെല്ലിലേക്ക് നിങ്ങൾ കൈമാറുക. ഈ വലിയൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു ട്രഷർ നൽകിയതിന് സർവേശ്വരനോട് നന്ദി പറയുക. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക. താങ്ക് യു ഗോഡ്, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ അടുത്തതായി ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു മൊമെന്റിലേക്ക് വരേണ്ടതാണ്. നിങ്ങൾ റിലാക്സ് ആയി ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓപ്പൺ യുവർ ഐസ്. താങ്ക് യു. ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ 2 കൈ കൂട്ടി തിരുമ്മി ചൂട് വരുത്തി കണ്ണിൽ വെച്ച് തിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. ഹാപ്പി മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ ട്രഷർ അത് നിങ്ങൾക്ക് കണ്ടെത്താൻ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം, ഈ സബ് കോൺഷ്യസ് മൈൻഡും NLPയും എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആലപ്പുഴ ഏപ്രിൽ 26-ാം തീയതി നടക്കുന്നുണ്ട്. അതുപോലെ മെയ് 1 എറണാകുളത്ത് സിദ്ര ക്രിസ്ത്യൻ ഹോട്ടലിൽ വെച്ച് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പങ്കെടുത്ത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. എല്ലാവർക്കും അവരുടെ ട്രഷർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ടൈം തീരാറായതുകൊണ്ടാണ്. ഇനി അടുത്തൊരു ദിവസം നമുക്ക് പുതിയൊരു അതിഥിയായിട്ട് കാണാം. എന്തായാലും താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.